ഹായ്, എല്ലാവർക്കും കോച്ചിക്ക വ്ലോഗ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ഇന്നലെ നിങ്ങളോട് ഒരു 5 കടങ്കഥ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നും അതുപോലെ 5 കടങ്കഥകളുമായിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. അതിനു മുന്നേ നമുക്ക് ഇന്നലത്തെ കടങ്കഥകൾ എന്താണെന്നും അതിന്റെ ഉത്തരം എന്താണെന്നും ഒക്കെ നോക്കാം. അതിനു മുന്നേ നിങ്ങളോട് പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ളത് എന്നും പറയുന്നത് തന്നെയാണ്, എന്നാലും ഒന്നുകൂടെ പറയുകയാണ്. നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അതുപോലെ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, ഇതൊന്നും മറക്കരുത്. അതുപോലെ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ആണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എനിക്ക് ഒത്തിരി ആൾക്കാർ കമന്റിൽ വരുന്നുണ്ട്, അല്ലെങ്കിൽ വാട്സപ്പിൽ ഉത്തരം അയക്കുന്നുണ്ട്. പക്ഷെ അത് അവരൊന്നും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. സബ്സ്ക്രൈബ് ചെയ്തിട്ട് വേണം നമുക്ക് ആൻസർ അയച്ചു തരാൻ. അപ്പോൾ നമുക്ക് ഇന്നലത്തെ ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഇന്നലെ ഞാൻ നിങ്ങളോട് ആദ്യമായിട്ട് ചോദിച്ചത്, ഞാൻ നോക്കിയാൽ എന്നെ നോക്കും, ഞാൻ ചിരിച്ചാൽ അവനും ചിരിക്കും. അതിന്റെ ഉത്തരം എന്തെന്നായിരുന്നു? കടങ്കഥയായിരുന്നു ഇന്നലെയും ചോദിച്ചിരുന്നത്. ഒന്നാമത്തെ ചോദ്യം, ഞാൻ നോക്കിയാൽ എന്നെ നോക്കും, ഞാൻ ചിരിച്ചാൽ അവനും ചിരിക്കും. അതിന്റെ ഉത്തരം വരുന്നത് കണ്ണാടി എന്നാണ്. അതുപോലെ രണ്ടാമത്തെ ചോദ്യം, തിന്നില്ല, കുടിക്കില്ല, തല്ലാതെ മിണ്ടില്ല. തിന്നത്തുമില്ല, കുടിക്കത്തുമില്ല, തല്ലാതെ മിണ്ടത്തുമില്ല. അതിന്റെ ഉത്തരം വരുന്നത് ചെണ്ട എന്നാണ്. ഇനി മൂന്നാമത്തെ ചോദ്യം വരുന്നത്, ഏറ്റവും ഉള്ളിൽ അറബിക്കടൽ, അതിനു മേലെ വെള്ളിത്തകിട്, അതിനു മേലെ പൊന്നിൻ തകിട്, ചുറ്റിലും പൊന്തം പൊന്തം അല്ലെങ്കിൽ പൊന്തക്കാട് എന്നായിരുന്നു. അതിന്റെ ചോദ്യം ഞാൻ ഒന്നുകൂടെ പറയാം. ഏറ്റവും ഉള്ളിൽ അറബിക്കടൽ, അതിന് മേലെ വെള്ളിത്തകിട്, അതിന് മേലെ പൊന്നിൻ തകിട്, ചുറ്റിലും പൊന്തക്കാട്. അതിന്റെ ഉത്തരം വരുന്നത് തേങ്ങ എന്നാണ്. ഇനി നാലാമത്തെ ചോദ്യം വരുന്നത്, ആനയ്ക്ക് നിൽക്കാൻ നിഴലുണ്ട്. ആനയ്ക്ക് നിൽക്കാൻ നിഴലുണ്ട്, പക്ഷേ ജീരകം പൊതിയാൻ ഇലയില്ല. ആനയ്ക്ക് നിൽക്കാൻ നിഴലുണ്ട്, ജീരകം പൊതിയാൻ ഇലയില്ല. അതായിരുന്നു നാലാമത്തെ ചോദ്യം. അതിന്റെ ഉത്തരം വരുന്നത് പുളിമരം എന്നാണ്. പുളിമരം എന്നാണ് അതിന്റെ ഉത്തരം വരുന്നത്. ഇനി അഞ്ചാമത്തെ ചോദ്യം ചോദിച്ചിരുന്നത്, 1000 ആശാരിമാർ കൂടിയുണ്ടാക്കിയ കൊട്ടാരത്തിൽ നിറച്ചു തുള, പക്ഷേ വാതിലില്ല. 1000 ആശാരിമാർ ചേർന്നുണ്ടാക്കിയ കൊട്ടാരം, ആ കൊട്ടാരത്തിൽ നിറച്ചു തുള, അതിന് വാതിലില്ല. അതിന്റെ ഉത്തരം വരുന്നത് തേനീച്ചക്കൂടെന്നാണ്. അപ്പോൾ 5 ചോദ്യങ്ങൾ, ഇന്നലെ ചോദിച്ച 5 ചോദ്യങ്ങളും ഉത്തരങ്ങളും ഇതൊക്കെയായിരുന്നു. നമുക്ക് അതിൽ നിന്ന് എനിക്ക് ഇന്നലെ ഒത്തിരി ആൾക്കാർ എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു, ആൻസറൊക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് ഞാനൊരു 17 പേരെ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതായത് ശരി ഉത്തരം അയച്ചു തന്ന 17 പേര്. ആ 17 പേരെ ഞാനിവിടെ എല്ലാവരുടെയും പേരൊക്കെ എഴുതി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് കുറച്ച് കഴിയുമ്പോൾ അത് നറുക്കിട്ട് ആരൊക്കെയാണ് വിജയികൾ എന്നുള്ളത് നമുക്ക് നോക്കാവുന്നതാണ്. അതിനു മുന്നേ നമുക്ക് ഇനി നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക് മുന്നേ നിങ്ങൾ എനിക്ക് ഉത്തരം അയച്ചു തരേണ്ടതുണ്ട്. ഇന്നും ചിലർ 2 മണിക്ക് ശേഷമൊക്കെ അയച്ചു തന്നിട്ടുണ്ട്. എന്നാൽ അവരുടെ പേരും കൂടെ ഞാനതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് ഇനിയിപ്പോ നമ്മുടെ വിജയികൾ ആരാണെന്നുള്ളത് നമ്മുടെ ചോദ്യത്തിന് ശേഷം നമുക്ക് നോക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് നാളത്തേക്കുള്ള ചോദ്യങ്ങളിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ചോദ്യം വരുന്നത്, അരയുണ്ട്, കാലുണ്ട്, കാലിൽ പാദമില്ല. അരയുണ്ട്, കാലുണ്ട്, കാലിൽ പാദമില്ല. അരയും കാലും ഒക്കെ ഉണ്ട്, പക്ഷെ കാലിൽ എന്തോ പാദമില്ല. അതാണ് ഒന്നാമത്തെ ചോദ്യം വരുന്നത്. രണ്ടാമത്തെ ചോദ്യം, വയറൊന്ന്, വായ രണ്ട്. വയറൊന്ന്, വായ രണ്ട്, വയറ്റിൽ നിറയെ മക്കൾ. വയറൊന്ന്, വായ രണ്ട്, വയറ്റിൽ നിറയെ മക്കൾ. ഇതാണ് രണ്ടാമത്തെ ചോദ്യം. ഇനി മൂന്നാമത്തെ ചോദ്യം, വലിയ പറമ്പിൽ ചെറിയ വെള്ളിത്തളിക. വലിയ പറമ്പിൽ ചെറിയ വെള്ളിത്തളിക. ഇത് മൂന്നാമത്തെ ചോദ്യം. ഇനി നാലാമത്തെ ചോദ്യം, ഒരു തൊഴുത്തിലെല്ലാം വെള്ളക്കാള. ഒരു തൊഴുത്തിലെല്ലാം വെള്ളക്കാള. ഇത് നാലാമത്തെ ചോദ്യം. ഇനി അഞ്ചാമത്തെ ചോദ്യം വരുന്നത്, 1000 തിരിയിട്ട് കത്തിച്ച പൊൻവിളക്ക് അന്തിയായപ്പോൾ അണഞ്ഞുപോയി. 1000 തിരിയിട്ട് കത്തിച്ച പൊൻവിളക്ക് അന്തിയായപ്പോൾ അണഞ്ഞുപോയി. ഇതാണ് അഞ്ചാമത്തെ ചോദ്യം വരുന്നത്.
ചോദ്യങ്ങൾ ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കാം. ഒന്നാമത്തെ ചോദ്യം വരുന്നത് അരയുണ്ട്, കാലുണ്ട്, കാലിൽ പാദമില്ല. അരയുണ്ട്, കാലുണ്ട്, കാലിൽ പാദമില്ല. അത് ഒന്നാമത്തെ ചോദ്യം. ഇനി രണ്ടാമത്തെ ചോദ്യം, വയറൊന്ന്, വായ രണ്ട്, വയറ്റിൽ നിറയെ മക്കൾ. ഇനി മൂന്നാമത്തെ ചോദ്യം, വലിയ പറമ്പിൽ ചെറിയ വെള്ളിത്തളിക. വലിയ പറമ്പിൽ ചെറിയ വെള്ളിത്തളിക. ഇനി നാലാമത്തെ ചോദ്യം, ഒരു തൊഴുത്തിലെല്ലാം വെള്ളക്കാള. ഒരു തൊഴുത്തിലെല്ലാം വെള്ളക്കാള. ഇത് നാലാമത്തെ ചോദ്യം. ഇനി അഞ്ചാമത്തെ ചോദ്യം വരുന്നത്, 1000 തിരിയിട്ട് കത്തിച്ച പൊൻവിളക്ക്. 1000 തിരിയിട്ട് കത്തിച്ച പൊൻവിളക്ക് അന്തിയായപ്പോൾ അണഞ്ഞുപോയി. ഇതാണ് അഞ്ചാമത്തെ ചോദ്യം വരുന്നത്. അതുപോലെ നിങ്ങളോട് എനിക്ക് വേറൊരു കാര്യം പറയുവാനുള്ളത്, നിങ്ങളെല്ലാവരും എന്നോട് കടങ്കഥകൾ ചോദിക്കുക. കടങ്കഥകൾ ചോദിക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് കമന്റിൽ നിങ്ങൾ കടങ്കഥകൾ ചോദ്യങ്ങളായിട്ട് അയച്ചു തരിക. അതിന് ഉത്തരം നൽകുന്നതാണ്. എനിക്ക് ഉത്തരം നൽകാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ ഞാൻ അതിന് പകരം നിങ്ങൾക്ക് സമ്മാനം നൽകുന്നതാണ്. അപ്പോൾ അതാണ് ഒരു കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ കുസൃതി ചോദ്യങ്ങൾ. എനിക്ക് നിങ്ങൾ കുസൃതി ചോദ്യങ്ങൾ അയച്ചു തരിക. അതിൽ നിന്ന് നിങ്ങൾ ഒത്തിരി പേര് അയച്ചു തരികയാണെങ്കിൽ ഞാൻ അതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന കുസൃതി ചോദ്യങ്ങൾക്ക് ഞാൻ സമ്മാനം നൽകുന്നതാണ്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇനി മൂന്നാമതൊരു വഴിയും കൂടിയുണ്ട് സമ്മാനം നേടാൻ. അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ എൻ്റെ ഈ ചാനലിന്റെ ലിങ്ക് വാട്സപ്പ് സ്റ്റാറ്റസ് ചെയ്യുക. വാട്സപ്പ് സ്റ്റാറ്റസ് വെച്ചിട്ട് ഒരു ദിവസം സ്റ്റാറ്റസ് വെച്ചിട്ട് നിങ്ങൾക്ക് എത്ര വിവേഴ്സ് കിട്ടി എന്നുള്ളത് എനിക്ക് വാട്സപ്പ് ചെയ്ത് തരിക. നിങ്ങളത് വാട്സപ്പ് ചെയ്ത് തരിക. നിങ്ങൾ ആ വാട്സപ്പ് ചെയ്തു തരുന്നതിൽ നിന്ന് ഏറ്റവും കൂടുതൽ വിവേഴ്സ് ആർക്കാണോ വന്നേക്കുന്നത് അവർക്ക് ഞാനൊരു സമ്മാനം നൽകുന്നതാണ്. അപ്പോൾ ഈ 3 കാര്യം, ഇപ്പോൾ 3, 1, 4 കാര്യം, നമ്മുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം, അങ്ങനെ 4 കാര്യത്തിലാണ് നമ്മൾ സമ്മാനം നൽകുന്നത്. അപ്പോൾ മറക്കാതെ നിങ്ങൾ ഇതൊക്കെ ചെയ്യുക. അതുപോലെ വേറൊരു കാര്യം, നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അതുപോലെ കമന്റ് ഇടണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങൾ ആരും ഇതൊന്നും മറന്നു പോകരുത്. സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തി ഓൾ കൊടുത്ത് വെച്ചാലേ നമുക്ക് എല്ലാ വീഡിയോസും കിട്ടത്തുള്ളൂ. അപ്പോൾ ആ രീതിക്ക് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഇനി നമുക്ക് നമ്മുടെ വിജയി ആരാണ് എന്നുള്ളത് നോക്കാം. ഓക്കെ അല്ലേ? ഞാനിവിടെ പേരെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഒത്തിരി ആൾക്കാരുണ്ട്. 17 തിരഞ്ഞെടുത്തിട്ടുണ്ട് ശരി ഉത്തരം അയച്ചു തന്നതിൽ നിന്ന്. അവരെല്ലാവരെയും ഞാനൊന്ന് എടുക്കുവാണ്. നമുക്ക് നോക്കാം ആരാണ് ഇന്നത്തെ വിജയി എന്നുള്ളത് നമുക്ക് നോക്കാം. നമുക്ക് ഇതിൽ നിന്ന് നോക്കാവുന്നതാണ്. ഞാൻ ഒരാളെ സെലക്ട് ചെയ്യുവാണ്. ഒരാളെ എടുത്തിട്ടുണ്ട്. റീസ് 665. നമുക്ക് പേരെങ്ങനാ വന്നത്? നമുക്ക് കമന്റ് ചെയ്ത വ്യക്തിയാണ്, സബ്സ്ക്രൈബേഴ്സ് ആണ്. നമുക്ക് അദ്ദേഹത്തിന്റെ പേര് അതിൽ കൊടുത്തേക്കുന്നത് RIZ 665. റിസ് 665 എന്നാണ് അതിൽ പേര് കമന്റിൽ എഴുതിയിരുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വായിച്ചത്. ഇനിയെങ്കിലും നിങ്ങളുടെ ഫുൾ നെയിം അതിൽ നിങ്ങളുടെ പേര് കമന്റിൽ എഴുതിയിട്ടില്ലെങ്കിൽ പ്രത്യേകം കമന്റിൽ അത് നോട്ട് ചെയ്യുക. നിങ്ങളുടെ പേരെന്താണ് എന്നുള്ളത് ഒന്ന് മെൻഷൻ എഴുതിയിരിക്കുക. അതിന് മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വിജയി റിസ് 665 ആണ് ഇന്നത്തെ വിജയി. അപ്പോൾ റിസ് നമ്മളെ എത്രയും പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്യുക. നിങ്ങളുടെ സമ്മാനം ഇവിടെ വെയിറ്റ് ചെയ്യുവാണ്. നിങ്ങളുടെ അഡ്രസ്സ് എനിക്ക് എത്രയും പെട്ടെന്ന് അയച്ചു തരിക. അതുപോലെ വേറൊരു കാര്യം പറയുവാനുള്ളത്, നിങ്ങൾ ആരും മടിച്ചിരിക്കരുത്. എല്ലാവരും കമന്റ് വഴി എനിക്ക് ഉത്തരങ്ങൾ അയച്ചു തരിക. എല്ലാവരും നിങ്ങൾ ഒത്തിരി ഞാൻ പറഞ്ഞല്ലോ 4 ഓപ്ഷൻ ഉണ്ട് ഇപ്പോൾ സമ്മാനങ്ങൾ കിട്ടാനായിട്ട്. 4 ഓപ്ഷനിൽ ഏതെങ്കിലും ഒരെണ്ണത്തിലെങ്കിലും നിങ്ങൾക്ക് സമ്മാനം ലഭിക്കുന്നതാണ്. അതുപോലെ വേറൊരു കാര്യം പറയുവാൻ പ്രത്യേകം നിങ്ങളോട് എടുത്തു പറയുകയാണ്, എല്ലാവരും എനിക്ക് ഉത്തരങ്ങൾ അയച്ചു തരിക. അയച്ചു തരുന്നവരിൽ നിന്നും ഞാൻ നറുക്കിട്ട് ഒരാളെ വിജയെ തിരഞ്ഞെടുക്കുന്നതാണ്. അതുപോലെ വേറൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞത്, നമ്മുടെ സമ്മാനം ഒന്നാം സമ്മാനം മാത്രമേ ഇപ്പോൾ ഉള്ളൂ. ഒരൊറ്റ വിജയി, അതായത് എനിക്ക് കടങ്കഥകളുടെ ഉത്തരം അയച്ചു തരുന്നവരിൽ നിന്ന് ഒരാളെയാണ് നമ്മൾ നറുക്കിട്ട് തിരഞ്ഞെടുക്കുന്നത്. ആ തിരഞ്ഞെടുക്കുന്ന വിജയിക്ക് കൊടുക്കുന്നത് ഒരു നെക്ക് ബാൻഡ് ആണ്. ഒരു ബ്ലൂടൂത്തിന്റെ നെക്ക് ബാൻഡ് ആണ് സമ്മാനമായിട്ട് കൊടുക്കുന്നത്.
നമുക്ക് അതുപോലെ ഓരോന്നിനും ഓരോരുത്തർക്കും, അതായത് 4 മത്സരങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ 4 സമ്മാനങ്ങളും വ്യത്യസ്തമായിരിക്കും. ഒരാൾക്ക് നെക്ക് ബാൻഡ് ആണെങ്കിൽ വേറൊരാൾക്ക് വേറെ സമ്മാനമായിരിക്കും. അപ്പൊ നമുക്ക് ഇനി അടുത്ത നാളെ വീണ്ടും 5 ചോദ്യങ്ങളുമായിട്ട് ഞാൻ വരുന്നതാണ്. അതുവരെയും എല്ലാവർക്കും ബൈ.